ഹായ്, എല്ലാവർക്കും വിജയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഇന്നലെ അപ്പച്ചൻ്റെ ഫ്യൂണറൽ ദിവസമായിരുന്നു, ഞങ്ങളുടെ പൂനേര ഡാഡിയുടെ ബ്രദറിൻ്റെ. അപ്പോൾ അതൊക്കെയായിരുന്നു, പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാനും ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു. കാരണം എല്ലാവരോടും നമ്മൾ ഒരു ടെൻഷൻ എടുക്കണ്ട അതായത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ അവസ്ഥ വരുമ്പോൾ നമ്മളങ്ങ് ടെൻഷൻ എടുക്കും. ഇച്ചിരിയൊക്കെ നമ്മളില്ല മെഡിക്കലിലൊക്കെ ജോലി ചെയ്തതുകൊണ്ട് ഇച്ചിരി എങ്ങാണ്ട് എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയ അങ്ങ് ടെൻഷനാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഈ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കഴിച്ചാൽ വയറങ്ങ് വല്ലാതാവുക. ഈ കഴിഞ്ഞ 2-3 ദിവസം ഒരു വക കഴിക്കാൻ വയ്യായിരുന്നു. പിന്നെ ഈ ബന്നുണ്ടല്ലേ, നമ്മുടെ ഈ നമ്മൾ ഈ നാട്ടിലൊക്കെ പനി വരുമ്പോഴൊക്കെ കഴിക്കുന്ന ഒരു സൈസ് ബന്ന്, അതുപോലുള്ളൊരു ബന്ന്, അത് ഇങ്ങനെ കാപ്പിയിൽ മുക്കി കഴിക്കാനായിട്ട് തോന്നി. അതാ 2 ദിവസം കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും കഴിക്കണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് രാത്രി എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേന് വയറങ്ങ് ബ്ലോട്ടിങ് പോലെ ആവും. അങ്ങനെ ഇങ്ങനെ ബ്ലോട്ടിങ് പോലെ ആയി. അത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അങ്ങനെ ഇവിടെ ഈ ഇനോ, അതുപോലെ ജൽജീര എന്ന് പറയുന്നത് ഈ അജ്മോള പോലുള്ള ഒരു ടേസ്റ്റ്, അതൊരു പൗഡറാണ്. അതിങ്ങനെ ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും അധികം നമ്മൾ കുടിച്ചുകൂടാന്നറിയാം. പക്ഷേ കുറച്ചേരം നമുക്കൊരു ആശ്വാസം കിട്ടട്ടെന്നും പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി അത് കുടിക്കുമായിരുന്നു. ഒരു കൊതു ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. കണ്ണൊന്നിങ്ങനെ തിരിച്ചാൽ അത് എങ്ങോട്ട് മാറുന്നിടത്ത്. ഞാൻ ഇവിടെ ബാറ്റും എടുത്ത് വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ ഞാൻ പോയി കണ്ടു. ഒരു 3-4 മാസത്തിന് മുമ്പിട്ട് അബ്ഡോമൻ സ്കാൻ ചെയ്യാനും കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതി തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് ടെൻഷൻ കൊണ്ട് ഇനിയും വേറെ വല്ലതും അങ്ങനെ ആവുമോ എന്നുള്ളൊരു പേടിയില്ലേ നമുക്കെല്ലാം. അതുകൊണ്ടും അങ്ങ് ഒന്നും ചെയ്യാതിരുന്ന് പിന്നെ ഇപ്പം ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ വയ്യാഞ്ഞ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാനും സോണോഗ്രാഫിയൊക്കെ എടുക്കാൻ പോയി. ഞാനത് എന്തുവാന്നുള്ളത് നിങ്ങളടുത്ത് പറയാമെന്ന്. അപ്പം ഇതായിരുന്നു സംഭവം. അപ്പോൾ റിപ്പോർട്ട് എടുത്തിട്ട് സോണോഗ്രാഫി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കണമായിരുന്നു. കാരണം സോണോഗ്രാഫിക്ക് നമ്മൾ വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് എടുക്കേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ആകുമ്പോൾ ഫാസ്റ്റിങ്ങിലൊക്കെ എടുക്കേണ്ട ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് തന്നെ എടുക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഈ സോണോഗ്രാഫി എടുത്തു കഴിഞ്ഞും 2 ദിവസം സത്യം പറഞ്ഞാൽ നമുക്കങ്ങ് ടെൻഷനായിരുന്നു. എന്തുവാന്ന് എനിക്കാണെങ്കിൽ അതുകൂടെ ആയതുകൊണ്ടങ്ങ് എന്തോ ചെയ്യണമെന്നുള്ള ഇത്, വീട്ടിലും ഒന്നും ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ വീഡിയോയുടെ മുമ്പിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചിരിച്ച് കാര്യമൊക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെ വിഷമം എനിക്കറിയാമായിരുന്നു. എന്നിട്ട് ഒരു കമൻ്റ് എനിക്ക് വരികയും ചെയ്തു, എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, കുളിച്ചില്ലേ? ഇതൊക്കെ ഞാൻ എന്താ മറുപടി പറയേണ്ടേ? വല്ലാതെ മുഖം ഇരിക്കുന്നു എന്നൊക്കെ. അതുപോലെ ഞാൻ ഈ പറയുന്നത് താല്പര്യമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ ബോറിംഗ് ആയിട്ടുള്ളവർ കേൾക്കണ്ട കേട്ടോ. അതുപോലെ ഞാൻ ആരെടുത്തും നിർബന്ധിച്ച് വീഡിയോ കാണണമെന്ന് പറയത്തില്ല. പിന്നെ ചില റെസിപ്പികളുണ്ടെങ്കിൽ ഞാൻ പറയും സ്കിപ്പ് അടിക്കാതെ കാണണേന്ന്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്കിപ്പ് അടിച്ച് പോകുന്നതും സ്കിപ്പ് അടിച്ച് പോകാത്തതും. അത് ഞാൻ ആരെയും നിർബന്ധിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ മൊത്തം ഇരുന്ന് കണ്ടേ ഒക്കത്തുള്ളെന്ന്. താല്പര്യമുള്ളവർ കാണും, അല്ലാത്തവർ ബോറിംഗ് ആണെന്ന് പറയും കാണാതിരിക്കും. അതൊക്കെ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഇതുപോലെ ഇരിക്കും. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്നു, ഇന്നതുപോലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നു. അത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കുന്നു, ഇല്ലാത്തവർ കേൾക്കണ്ട. അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ സ്കാനൊക്കെ എടുത്തു. അപ്പോൾ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് റിപ്പോർട്ടൊക്കെ വന്ന് ഡോക്ടറെ മെനഞ്ഞാന്നാണ് കണ്ടത്. മെനഞ്ഞാന്ന് കണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ റിപ്പോർട്ടൊക്കെ ഡോക്ടറെ കാണുന്നിടം വരെ മനുഷ്യർക്കങ്ങ് എന്താ. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ പലതൊക്കെ അങ്ങ് ചിന്തകൾ മനസ്സിലങ്ങ് വരും, നെഗറ്റീവായിട്ടുള്ള കുറേയൊക്കെ അങ്ങ് ചിന്തകൾ വരും. എന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും
അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. ബെൻസിക്കാണെങ്കിലും എല്ലാവർക്കും. ബെൻസി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടല്ല, അവൾക്ക് ഇത്തിരി ധൈര്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരാ, 3 പെണ്ണും ഒരാണും. ഞാൻ മൂന്നാമത്തെ, ഏറ്റവും മൂത്തത് ചേച്ചി, രണ്ടാമത്തെ ബ്രദർ, ഞാൻ മൂന്നാമത്തെ, ഏറ്റവും ഇളയത് ബെൻസി. പക്ഷേ ഞാൻ എന്തോ ഉണ്ടെങ്കിലും ബെൻസി എടുത്താ പറയുന്നത് അവളാ നമുക്ക് സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. എനിക്ക് ധൈര്യം തരുന്നത്, അവൾക്കും നല്ല ധൈര്യം, എല്ലാവർക്കും ധൈര്യം, എനിക്കേ ഉള്ളു ഇത്തിരി ധൈര്യക്കുറവും. അവളും പറഞ്ഞ് സാരമില്ലടി ഉച്ചോളെ അതായതാന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാം എപ്പോഴും ഫോൺ ചെയ്യും, എന്തോ ആയി ഡോക്ടറെ കണ്ടോ. അപ്പം എനിക്കാന്നേലും ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യണമെന്നില്ല, മനസ്സില്ല. ഞാൻ നേരം ഫോണിനോടത്തൊക്കെ പറയും, പോളെ നിങ്ങൾ രണ്ടു പേരേ ഉള്ളു, കുഞ്ഞ് നിന്നേക്കാൾ ഒത്തിരി ഇളയതാ, മമ്മി ഒന്ന് കിടപ്പിലായെങ്കിലും നീ നിൻ്റെ അനിയനെ നോക്കണമെന്നൊക്കെ ഞാൻ പറയാമായിരുന്നു. കാരണം അതുപോലുള്ളൊരു അസ്വസ്ഥതയായിരുന്നു എനിക്കങ്ങ്. കാരണം എനിക്ക് ഒരു വക കഴിക്കാൻ പറ്റത്തില്ല. അങ്ങ് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പറയാൻ തന്നെ അറിയത്തില്ല. അങ്ങനെ സോണോഗ്രാഫി എടുത്തോണ്ട് എന്തുവാ, ഇത്തിരി ലിവറിന് ഇത്തിരി സ്വെല്ലിംഗ് ഉണ്ട്, എല്ലാം ഇച്ചിരിച്ചേ ഉള്ളു, കുഴപ്പമില്ല, മേജറായിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അതുപോലല്ല ഞാൻ 3-4 ദിവസം അനുഭവിച്ച വിഷമം. റീച്ചാൻ എന്നോട്ട് എന്നോട് പറയുമ്പോൾ നമുക്ക് സോണോഗ്രാഫി എടുക്കാൻ പോകാം. ഞാൻ പറഞ്ഞു ഞാൻ വേദന റീച്ചപ്പോൾ അന്നേരം കാര്യം ഒരു ഡോക്ടറെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഓരോ ന്യൂസിൽ ഈ കഴിഞ്ഞിടെ നാട്ടിലാണെങ്കിൽ തന്നെ കണ്ടില്ലേ, ഡെലിവറിക്ക് പോയ ഒരു പെണ്ണിന് അനസ്തേഷ്യ കൊടുത്ത് ആയ പരുവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഹെരണിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ, പിന്നെ പ്രൈസമ്മോൻ്റെ സമയത്ത് ഇത് കഴിഞ്ഞ. ഞാൻ പറയിച്ചാണെന്ന് പറയുകയും ചെയ്യോ, ഇനി എനിക്കൊരു എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ലേ, കാരണം എനിക്ക് അതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ചെറിയതായിട്ട് സ്റ്റോണുണ്ട്. അപ്പം 3 mm ഉള്ളു, ചെറിയൊരെണ്ണേ ഉള്ളു. പിന്നെ അല്ലാതെ കുറേ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എല്ലാം. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ച് 3 മാസത്തേക്കിന് മെഡിസിനൊക്കെ തന്നു. അപ്പം മെഡിസിനുകളും കുറേ ഉണ്ട്. ഈ മെഡിസിനുകളെല്ലാം ഒക്കെ കഴിക്കുമ്പോഴത്തേന് എനിക്കങ്ങ് തീരെ വയ്യപ്പം. അപ്പോൾ രാത്രിയിലാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരുപോലെ കിടക്കാൻ വയ്യായിരുന്നു. എന്തോ പെട്ടെന്ന് ഈ മെഡിസിനെല്ലാം കൂടെ കഴിച്ച് എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരുവാന്നോ എന്തുവാന്നോ. അതുപോലെ എനിക്ക് ആഹാരം അങ്ങോട്ട് ഇപ്പോഴും ചോവിന് കഴിക്കണമെന്നില്ല. അപ്പം നിങ്ങളെന്തൊക്കെയോ പിന്നെ തിന്നിട്ടായി വണ്ണോന്ന്. സത്യം പറഞ്ഞാൽ ചൊവ്വേന്നേരം ആഹാരം എനിക്ക് കഴിക്കാൻ വയ്യെന്നുള്ളതാണ്. ഒരു ഇച്ചിരി എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ വയറങ്ങ് വീർക്കും. എന്നിട്ട് ഗ്യാസ് ശരിക്കും ഉണ്ടെന്ന് പറഞ്ഞ് ഈ ബബിൾസ് പോലെ ഗ്യാസ് വയറ്റിലുണ്ട്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പിട്ട് ഞാൻ വന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പിട്ട് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അമ്മയും ചേച്ചിയും എല്ലാവരും ടെൻഷനിൽ ഇരിക്കുമായിരുന്നു. ബെൻസി അപ്പം ബെൻസി പറഞ്ഞു, എഴുതി കൊച്ചോളെ ഇന്നലെ അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു, അവളോട് വിളിച്ച് പറഞ്ഞെന്ന്, എൻ്റെ കൊച്ച് തന്നെ അവിടെ ഉള്ളു, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനായിരുന്നു. അതൊക്കെ മക്കൾ എത്ര വളർന്നാലും ഇപ്പം എനിക്ക് മക്കളായി എങ്കിലും എൻ്റെ അവനോൻ്റെ അമ്മമാർക്ക് മക്കൾ എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ. അപ്പോൾ അമ്മയ്ക്ക് വരുന്ന വിഷമം പോലെ മറ്റൊരാൾക്ക് വരത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത്രയും ഒരു സീരിയസ്നെസ് ഇല്ലെങ്കിലും പക്ഷേ എൻ്റെ സഹോദരങ്ങളാണേലും എൻ്റെ അമ്മയാണേലും ഭയങ്കര ടെൻഷൻ ഇരിക്കുമായിരുന്നു. പിന്നെ റീച്ചാനാണെങ്കിൽ നല്ല ധൈര്യം നമുക്ക് തരും. റീച്ചാനും ഒന്നുമില്ല ടെൻഷൻ എടുക്കേണ്ട. പക്ഷേ റീച്ചാൻ ഓഫീസിൽ ചെന്ന് എല്ലാവരോടുമായിട്ട് ഒരു കൂട്ടുകാരൻ ഡോക്ടറാ, പുള്ളിക്കാരനോടൊക്കെ സംസാരിച്ചോണ്ടേ പുള്ളിക്കാരനും പറഞ്ഞ് കുഴപ്പമില്ല, സ്റ്റോണിൻ്റെ പ്രശ്നമേ ഉള്ളെന്ന്. ഇവിടെ നിന്നൊന്നും പറയത്തില്ല, അവിടെ ചെന്ന് വരുമായിട്ടൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇത് കണ്ടിട്ട് റിപ്പോർട്ട് അവർ നമുക്ക് 5 മണിയായതിനെ വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു. അല്ലാതെ റിപ്പോർട്ട് ഒരു 7 മണി കഴിഞ്ഞേ കിട്ടത്തുള്ളായിരുന്നു. അപ്പം റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചോദിച്ചു, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്തിരുന്നൊരു കൂട്ടുകാരൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, അത് മഹാരാഷ്ട്രനാണ്, അവർക്കെല്ലാം അതെല്ലാവർക്കും ഉള്ളയാ,
അതൊന്നും ടെൻഷൻ എടുക്കണ്ടെന്ന്. അപ്പം ഞാനിവിടെ നിന്ന് ചോദിച്ചു അവനെന്തുവാ MBBS ഡോക്ടറാണ്. എന്നിട്ട് അവനവിടെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പോൾ അവരവിടെ ഇരുന്ന് ഓഫീസിലെല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു എൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യത്തെ പറ്റി. പക്ഷേ ഞാനാകെ എന്തോ ടെൻഷൻ, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരു ദിവസം ദൈവം നമുക്ക് തരുന്ന ആയുസ് അത് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണം. എങ്ങനെയാണെന്നുള്ളത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇപ്പം ഈ ഇത്രയും നിസ്സാരം വന്നിട്ട് ദൈവമേ ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. നമുക്കിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴും പറയത്തില്ല ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അതായത് നമുക്ക് ഇതൊക്കെയായിരുന്നു സംഭവങ്ങൾ. കാരണം മനുഷ്യൻ്റെ മനസ്സ് സ്റ്റേബിൾ ആണെങ്കിലല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ധൈര്യമുള്ളവരായിരിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ധൈര്യമില്ല. ഇപ്പം നാട്ടെ ഒരു ഫ്യൂണറൽ സർവീസ് കണ്ടാൽ മതി, അവിടെ നിന്ന് കരയുന്നവരുടെ ഇത് കാണുമ്പോൾ ഞാനും ഇവിടെ നിന്ന് നിലവിളിച്ച് കരയും. ആ സ്വഭാവം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുന്നു, മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം പെട്ടെന്ന് മാറുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നിട്ട് പൊടിക്കൊച്ചിനോട് പറയും, മക്കളെ മമ്മിക്ക് വയ്യ, നിങ്ങൾ രണ്ടുപേരുടെ അടി കൂടല്ലേ, ഇതാന്നൊക്കെ. എന്തൊക്കെ ചിന്തകളാണ് പോയെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നവരൊക്കെ കേൾക്കും, അല്ലാത്തവർ കേൾക്കണ്ട. ഞാൻ എൻ്റെ അവസ്ഥകൾ പറഞ്ഞാൽ ഞാൻ ഇന്നും കുക്കിംഗ് വീഡിയോകളൊന്നും എടുത്തില്ല. മീൻസ് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മനസ്സ് എനിക്കങ്ങോട്ട് വന്നില്ല. എന്തിനാ വീഡിയോ എടുക്കുന്നത്, എന്തിനാ എടുക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. ഇപ്പം കഴിഞ്ഞ ദിവസം അതുപോലെ HB കുറവാണ് തീരെ. അന്നും കഴിഞ്ഞ വർഷം നോക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയില്ല, 9 തന്നെ നിൽക്കുക. അതിനും മെഡിസിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കാനായിട്ട്, ബ്ലഡ് കൂടാനായിട്ട്. അത് ഈ HB എന്താ കൂടാത്ത, അതുകൊണ്ടാണ് ഈ തലകറക്കവും പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ ആകുമ്പോഴത്തേനും നമുക്കങ്ങ് ആകെ അങ്ങൊരു ചേച്ചി എന്നോട് പറയുകയും ചെയ്തിട്ട് 2 ദിവസത്തിന് മുമ്പുള്ള വീഡിയോയിൽ നിൻ്റെ ലിപ്സൊക്കെ അങ്ങ് കറുത്തിരിക്കുന്നു. അന്ന് ഇതൊക്കെയാണ് നമ്മുടെ ശരീരം ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പോൾ ഒരു മിനിറ്റ്, ഇവിടെ ഇപ്പോൾ എൻ്റെ മക്കൾക്കാന്നേലോ എൻ്റെ ഹസ്ബൻഡിനാന്നേലോ ഡാഡിക്കാന്നേലോ എന്തോലും വന്നാൽ ഞാൻ കറക്റ്റ് സമയത്ത് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ അത് ചെയ്യാറില്ല. പലരും അത് പറയും, അത് തെറ്റാ, നമ്മുടെ കാര്യം കൂടെ നമ്മൾ നോക്കണം. ഞാനും പലരോടും പറയും, ഹെൽത്ത് നോക്കണേ, അങ്ങനെയെങ്കിലും ചെയ്യല്ലേന്ന്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് നമ്മളിതൊന്നും ചെയ്യാറില്ല. എന്നാൽ എനിക്കൊരു കുറവ് ഇവിടെ ഇല്ല, എനിക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റി വെക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നില്ല. അതാ കുഴപ്പം. ഇപ്പം എൻ്റെ ഈ അവസ്ഥ ഇവർക്ക് ആണെങ്കിൽ ഞാൻ അവർക്ക് കറക്റ്റ് സമയത്ത് എന്തുവാന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റേച്ചാർക്ക് ഇവിടെ ഈ ഫ്രഷ് ജ്യൂസ് കിട്ടും, ഈ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ജ്യൂസറിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അമർത്തി എടുക്കുന്ന ഒരു സൈസ് ജ്യൂസറുണ്ട്, പണ്ട് തൊട്ടേ ഉള്ള ഇവിടെ. ചിലപ്പം ബീട്രൂട്ടൊക്കെ റേച്ചാനത് വാങ്ങിച്ചുകൊണ്ട് തരും എനിക്ക്. അപ്പോൾ നമ്മൾ ഫുഡിൽ കൂടെ എത്രമാത്രം HB കൂടും, അതൊന്ന് കൂടിയാൽ മതിയായിരുന്നു. പിന്നെ ഇതൊക്കെയാ അവസ്ഥകൾ. ഇനിയും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമെന്ന് നോർമലായിട്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇത്രയും 5-6 മെഡിസിനുകളൊക്കെ ഉണ്ട് പലതിന്. യൂറിൻ ഇൻഫെക്ഷന്, സ്റ്റോണിൻ്റെ ഇതിന്, ഗ്യാസിൻ്റെ ഇതിന്, അങ്ങനെ പല കാര്യങ്ങൾക്കായപ്പം അതെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേനും നമ്മളങ്ങൊരു വല്ലാതാവും. പിന്നെ ഈ അസ്വസ്ഥതകൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഉറക്കവും കിട്ടാത്തത്. ഉറക്കമാണ് ഒരു മനുഷ്യരുടെ മെയിൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും വേണമെന്ന് ഞാൻ കരഞ്ഞാൽ എൻ്റെ പൊടിക്കൊച്ചു വരുന്ന കരയും. പക്ഷേ പോൾമോൻ അത്രയില്ല. പോൾമോന് സ്നേഹം ഇല്ലെന്നല്ല, അവന് സ്നേഹമുണ്ട്, പക്ഷെ അവനത് പ്രകടിപ്പിക്കാൻ അറിയാതെ അവൻ്റെ മനസ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ പിള്ളേരും അതുപോലെ തന്നെ. പിന്നെ എന്താ പറയാനാ, ഇന്ന് എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കുളിച്ചതോ എനിക്ക് ആ കമൻറ്റ് വന്നിക്കാൻ വായിച്ച് വേറൊന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല പറഞ്ഞത്. വിജി എന്താ കുളിച്ചില്ലേ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്നായിരിക്കും ചോദിച്ചത്.
ഞാൻ ഈ ടെൻഷൻ ഇരിക്കുക. കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഒന്നും കഴിക്കുന്നുമില്ല, മനസ്സിനൊരു ഇതുമില്ല. മനസ്സാണ് മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ പ്രയാസം നമ്മുടെ മുഖത്ത് പെട്ടെന്ന്, എനിക്കാണെങ്കിൽ എൻ്റെ മുഖത്ത് പെട്ടെന്ന് അത് മനസ്സിലാക്കും. സ്റ്റോറേജ് ഇല്ലെന്നും പറഞ്ഞ് വന്നേക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇപ്പം ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് ഉണ്ടാക്കിയതാണ്. ഇപ്പം അതൊക്കെയായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇരുന്ന ഇരിപ്പിൽ പിന്നെ സോണോഗ്രാഫിയും ബ്ലഡ് ടെസ്റ്റും എല്ലാം കൂടെ കുറേ ആയെന്നുള്ളതാണ്. എന്തോ അതിന് അത്രയും പൈസ പോയാലും കൂടുതൽ അങ്ങ് ടെൻഷനായിരുന്നു. ഞാൻ പറയുമായിരുന്നു, ദൈവമേ സഹിക്കാൻ പറ്റാത്ത ഒരു രോഗവും തരല്ലേന്ന്. കാരണം ഇപ്പം എല്ലാം കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഓരോ അസുഖങ്ങളല്ലേ. പിന്നെ വേറൊരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച് ഈ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി 3 മാസത്തേക്കിന് ഈ സ്റ്റോണിൻ്റെ മെഡിസിൻ തന്നേക്കുന്നത്. അപ്പോൾ എന്നോട് സൺഡേ ഒരു അങ്കിൾ പറഞ്ഞ് ഹോമിയോ മരുന്ന് ചാലുവാക്ക് വിജയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ സ്റ്റാർട്ടാക്കി, പിന്നെ നോക്കട്ടെ എന്തുവാന്നുള്ളത്. ഇന്നലെ രാത്രിയിലും ഈ നമ്മുടെ ഈ കിഡ്നി ഇവിടെ ഈ സൈഡിൽ എനിക്കങ്ങ് ഭയങ്കര ഗ്യാസിൻ്റേതായിട്ടല്ല, ഈ സൈഡിൽ നമ്മുടെ കിഡ്നി ഇരിക്കുന്നിടത്ത് അവിടെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം പോൾമോം എന്ന് പറയുന്നത് മമ്മിയുടെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് ബബിൾസ് പൊട്ടുന്നതാണ്. ഞാൻ പറയും പോടെ വച്ച അതിൻ്റെ അല്ല, എനിക്ക് ബബിൾസ് പൊട്ടുന്നതായിരിക്കും, അതാ മമ്മിക്ക് വേദനയെന്ന്. ഈ ഇനോയൊക്കെ അങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല. പിന്നെ നമ്മുടെയൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ നമ്മളങ്ങ് ഒരിച്ചിരി ആശ്വാസം കിട്ടട്ടെന്നും പറഞ്ഞ് പിന്നെ ഗ്യാസിൻ്റെ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട് എല്ലാം. അപ്പം യൂറിൻ ഇൻഫെക്ഷൻ എന്താ വന്നതെന്ന് ഡോക്ടർ പറയുന്നത്, നേരത്തെ ഞാനൊരു മെഡിസിൻ എനിക്ക് ഡോക്ടർ തന്നായിരുന്നു. അത് മുഖേന അതിൻ്റെ സൈഡ് എഫക്റ്റിലാണ് ഈ യൂറിൻ ഇൻഫെക്ഷൻ വന്നതെന്ന്. എല്ലാം സൈഡ് എഫക്റ്റ് തന്ന ഒരു മെഡിസിനെ ഈ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലം വരും, അത് മുഖേന ഷുഗർ അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഒരു മെഡിസിൻ ഇങ്ങനെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. എന്തോ ചെയ്യും, മനുഷ്യനായി പോയില്ലേ. ഒന്നിയ കുറേ നേരം കൊണ്ട് കറങ്ങുമായിരുന്നു കിടന്നു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. ഇന്നും കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല. എൻ്റെ ഈ വിഷമങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക. ഓക്കെ, നാളെ തൊട്ട് ഇനി കുക്കിംഗ് വീഡിയോകളൊക്കെ ഇടാൻ നോക്കാം.